തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം മൂലം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കര മുഴുവൻ ഇടിഞ്ഞു. 2 ലക്ഷം ടൺ മണ്ണ് എടുക്കാൻ പറഞ്ഞതിൻ്റെ സ്ഥാനത്ത് 53 ലക്ഷം ടൺ മണ്ണാണ് അവിടുന്ന് എടുത്തുകൊണ്ട്. അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ ചെയ്തിരിക്കുന്നത്? പൊതുമേഖലയായാലും സ്വകാര്യ മേഖലയായാലും സംയുക്ത മേഖലയായാലും ആരായാലും കുഴി കുഴിച്ചാൽ വെള്ളം കയറും. അപ്പോൾ പറയും തോട്ടപ്പള്ളിയിലൂടെ വെള്ളം ഒഴുകേണ്ടതെന്ന് ചോദിക്കും. പക്ഷെ ആലപ്പുഴ ജില്ലയ്ക്ക് 22ഓളം പൊഴികളുണ്ട്. ഈ 22 പൊഴികൾ പ്രവർത്തിക്കുകയും ഒരു പക്ക ഡ്രെയിനേജ് സിസ്റ്റം ആലപ്പുഴ ജില്ലയിൽ നിലനിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ തോട്ടപ്പള്ളിയിലൂടെ മാത്രം വെള്ളം ഒഴുക്കേണ്ടുന്ന യാതൊരു കാര്യമില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭദ്രൻ പി. കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ വൈസ് ചെയർമാൻ. കഴിഞ്ഞ കുറേ കാലമായി കരിമണൽ കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ കേരളത്തിൽ നിറഞ്ഞിരുന്നു. പെട്ടെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി. കരിമണൽ കൊള്ളയൊക്കെ പിന്നിലേക്ക് വലിഞ്ഞു. കാരണം ഇത് രാഷ്ട്രീയ നേതാക്കളുടെ മറ്റ് താല്പര്യങ്ങളുടെ ഒരു ഗോതയിലേക്കാണ് അവർ നീങ്ങിയിരിക്കുന്നത്. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന, ആലപ്പുഴയിലെ ഒരു പ്രത്യേക പ്രദേശത്തുള്ള ജനങ്ങളെ ബാധിക്കുന്ന കരിമണൽ ഖനനമെന്ന പ്രശ്നം വെറും പ്രാദേശിക പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുന്നു. കരിമണൽ വിരുദ്ധ ഖനന സമിതി പക്ഷേ തങ്ങളുടെ ഉദ്യമത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ അതിശക്തമായ സമരമുറയുമായി തോട്ടപ്പള്ളി കേന്ദ്രീകരിച്ചും ആലപ്പുഴയുടെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും തങ്ങളുടെ പ്രതിഷേധങ്ങളും സമര പരിപാടികളുമൊക്കെ തുടരുകയാണ്. രാഷ്ട്രീയക്കാരുടെ ചില ഗൂഢലക്ഷ്യങ്ങൾ ശ്രീ ഭദ്രൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഒപ്പം കരിമണൽ കൊള്ളയുടെ കാണാപ്പുറങ്ങളിലൂടെ ഒരു യാത്ര. തോട്ടപ്പള്ളിയിൽ ഈ ഖനനം തുടങ്ങുന്നത് 2018 പ്രളയത്തോടനുബന്ധിച്ച്. പൊഴിമുഖത്താണ് ഖനനം. 2018 പ്രളയത്തിന് ശേഷം 2019 പൊഴിമുഖം അടഞ്ഞു കിടക്കുക ഒരു അസ്വാഭാവികത. കാരണം അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാം, മറ്റ് പ്രാദേശിക പ്രശ്നങ്ങൾക്ക് അത് കാരണമുണ്ടാകാം. അതുകൊണ്ട് പൊഴിമുഖത്തെ മണൽ നീക്കം ചെയ്യേണ്ടത് ഒരു അനിവാര്യതയല്ലേ? പൊഴി തുറക്കുക എന്നാണ് അതിന് പറയുന്നത്. അതെ, പൊഴി തുറന്നു വിടുക. പൊഴിമുഖത്തുനിന്ന് മണ്ണ് വാരിക്കൊണ്ട് പോവുക എന്നല്ല അതിനകത്ത്. അത് മണൽ കമ്പനികൾ വന്നിട്ട് മണൽ വാരിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഹാർബർ വികസനത്തിൻ്റെ പേരിൽ അവിടെ വലിയഴീക്കൽ, തോട്ടപ്പള്ളി ഹാർബറുകളിൽ വന്നിട്ട് മണ്ണ് വാരിക്കൊണ്ടുപോയി. അതുപോലെ തന്നെ തോട്ടപ്പള്ളി പൊഴിയിൽ നിന്ന് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനെന്ന പേരിൽ അവിടുന്ന് മണ്ണ് വാരിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മുടെ വിശാഖപട്ടണത്ത് സാൻഡ് ബൈപ്പാസിംഗ് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. അതായത് ഹാർബറിലുള്ള മണ്ണ് വാരി അവിടെ തന്നെ തെക്കേ കരയിൽ നിന്ന് വടക്കേ കരയിലേക്ക് വെക്കുക. അപ്പോൾ ഇത് ആലപ്പുഴയുടെ തീരം വളരെ ദുർബലമായ തീരമാണ്. ഈ തീരത്ത് നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകാനില്ല. എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി വെക്കുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അല്ല, മണൽ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പൊഴിമുഖത്ത് വരുന്ന കുറച്ച് മണലല്ലേ എടുക്കുന്നുള്ളവർ? അല്ല, ഇവർ 53 ലക്ഷം ടൺ മണ്ണാണ് എടുത്തത്. 2 ലക്ഷം ടൺ മണ്ണ് എടുക്കാൻ പറഞ്ഞതിൻ്റെ സ്ഥാനത്ത് 53 ലക്ഷം ടൺ മണ്ണാണ് അവിടെ എടുത്തുകൊണ്ട്. അത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ ചെയ്തിരിക്കുന്നത്? പൊതുമേഖലയായാലും സ്വകാര്യ മേഖലയായാലും സംയുക്ത മേഖലയായാലും ആരായാലും കുഴി കുഴിച്ചാൽ വെള്ളം കയറും. അതെ, കരയിടിയും, തീരെ ഇല്ലാതാവും. അപ്പോൾ അവിടെ പൊതുമേഖലയെന്നോ സ്വകാര്യ മേഖലയെന്നോ സംയുക്ത മേഖലയെന്നോ ഒരു വ്യത്യാസം. കേരളത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അമൂല്യ സമ്പത്താണ് ഈ കരിമണൽ. അത് ഖനനം ചെയ്തെടുക്കുകയും നമ്മുടെ ഖജനാവിലേക്ക് മുതൽ കൂട്ടുകയും ചെയ്യേണ്ടത് ഒരു അനിവാര്യത തന്നെയല്ലേ? അമൂല്യ സമ്പത്താണെന്ന് പറയുമ്പോൾ ഈ അമൂല്യ വസ്തു എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അപകടം? അതിൻ്റെ കോസ്റ്റ് എഫക്റ്റ് എന്താണ്? അതുമൂലം തീരത്തിനുണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണ്? ഇതുമൂലം ഈ തീരത്തുണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തീരത്ത്, ആലപ്പുഴയുടെ തീരത്ത് കരിങ്കല്ലുകളോ ചെങ്കല്ലുകളോ വെള്ളാരം കല്ലുകളോ ഒന്നുമില്ല. ഇവിടെയുള്ളത് ഈ ഘനസാന്ദ്രമായ മണ്ണ് മാത്രമാണ്. ഈ സാന്ദ്രതയേറിയ മണൽ മാത്രമാണ്. അല്ല, തീരം സംരക്ഷിക്കാൻ ഒട്ടനവധി പദ്ധതികൾ ഇപ്പോൾ ചെല്ലാനത്ത് കടൽ തീരം പുലിമുട്ടുകൾ വെച്ച് അവർ സേഫാക്കുന്നു. കടൽ തീരം മറ്റ് പല ഭാഗങ്ങളിലും കടൽ ഭിത്തികൾ കെട്ടുന്നു. അത്തരം കാര്യങ്ങൾ ഒരു വശത്ത് സർക്കാർ ചെയ്യുന്നില്ലേ? എന്തായാലും ഇതിന് അടിത്തറയിൽ മണ്ണ് വേണം. അടിത്തറയിൽ മണ്ണില്ലെങ്കിൽ ഒന്നും ഉറച്ചു നിൽക്കില്ല.
ഇപ്പോൾ ചെല്ലാനത്ത് തന്നെ അത് എത്ര കാലം നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കണ്ടറിയണം. കാരണം നമ്മുടെ തീരത്തുടനീളം വളരെ ശക്തമായ രീതിയിലുള്ള കടൽ ഭിത്തികളോ അതുപോലുള്ള സംവിധാനങ്ങളോ ഒക്കെ ഉണ്ടായാൽ പോലും അവിടെ പിന്നെ സ്വാഭാവികമായ മണൽ നിക്ഷേപങ്ങളില്ലെങ്കിൽ അതിൻ്റെ പുറത്ത് മാത്രമേ ഈ കടൽ ഭിത്തിയൊക്കെ. ഞങ്ങൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്കാണ് വരുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ നമ്മുടെ തോട്ടപ്പള്ളി ഭാഗത്ത് സംഭവിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം മൂലം സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ കര മുഴുവൻ ഇടിഞ്ഞു പോയി. അല്ല, ഖനനത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഖനനം എങ്ങനെയാണ് അവർ നടത്തിയത്? അവർ ഖനനം നടത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പോണ്ട് ഡ്രെഡ്ജിങ് ആണ് നടത്തിയത്. സിംഗിൾ പോണ്ട് ഡ്രെഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ ഓരോ ഒറ്റ കുഴിയിൽ നിന്ന് ഖനനം നടത്തുക, തിരമാലകളെ ഉപയോഗപ്പെടുത്തുക, മുന്നോട്ടും പുറകോട്ടും പോകുന്ന തിരമാലകളെ ഉപയോഗപ്പെടുത്തുക, ഒഴുക്കിനെ ഉപയോഗപ്പെടുത്തുക, വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും ഉപയോഗപ്പെടുത്തുക. എന്തിന് അവരുപയോഗിക്കുന്ന യന്ത്രത്തിൻ്റെ സെൻട്രിഫ്യൂഗൽ സ്വഭാവത്തെ, അതിൻ്റെ ആ കറങ്ങുന്ന പ്രക്രിയയെപ്പോലും ഉപയോഗിച്ച് ഫൈൻ ഗ്രെയിൻസ്, നല്ല സാന്ദ്രതയേറിയ മണൽ തരികൾ ഒരിടത്ത് കേന്ദ്രീകരിച്ച് അത് വാരിയെടുക്കുന്ന രീതിയാണ്. അല്ല, അത്തരം ചെളി വാരുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല. ചെളിയൊക്കെ കലങ്ങിപ്പോവല്ലോ. ചെളിയൊക്കെ ഈ യന്ത്രത്തിൻ്റെ വലിയ കറക്കത്തിൽ ഇത് ഇല്ലാതായി പോകും. അപ്പോൾ പ്രളയത്തിന്റെ മറവിൽ ആസൂത്രിതമായി ധാതുമണൽ തന്നെയാണ് അവർ. ഇവർ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യോങ്ഷങ് 4012 എന്ന് പറയുന്ന ഒരു വലിയ ട്രെഡ്ജർ, അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രെഡ്ജറാണ്, ഉപയോഗത്തിലുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രെഡ്ജറാണ് അവിടെ കൊണ്ടുവന്നിട്ട് അടിച്ചത്. അത് തന്നെയല്ല, ഇവർ കടലിൽ നിന്നും കരയിൽ നിന്നും ഒരേപോലെ മണൽ വാരിയിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കുന്ന പാറ്റിയെടുക്കുന്ന രീതിയിലാണ് ഇവർ ഈ മണ്ണെടുത്തിട്ടുള്ളത്. ട്രെഡ്ജിങ്ങിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മറൈൻ ഡ്രൈവ് ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പോഴത്തെ മറൈൻ ഡ്രൈവ് ഗോശ്രീ പാലത്തിലേക്ക് പോകുന്ന ഇരുകരയും ട്രെഡ്ജിങ്ങിലൂടെ നിർമ്മിച്ചെടുത്തതാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾ ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ ട്രെഡ്ജിങ്ങിലൂടെ എടുത്ത മണ്ണിട്ട് നികത്തി ദ്വീപുകളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അറേബ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ പാം സിറ്റിയൊക്കെ അതേപോലുള്ള സംഗതിയാണ് ട്രെഡ്ജിങ്ങിലൂടെ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് ഇവർ ഈ മണൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. കോസ്റ്റൽ മോർഫോളജി എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്, തീരരൂപീകരണ പ്രക്രിയ. ആ തീരരൂപീകരണ പ്രക്രിയയിൽ ഈ സാന്ദ്രതയേറിയ പാർട്ടിക്കിൾസ് ഒരിടത്ത് വന്ന് വീഴുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നീട് തീരം രൂപപ്പെടുക. ഈ തീരരൂപീകരണ പ്രക്രിയയ്ക്ക് നേരെ എതിരായ വിരുദ്ധമായ സമീപനമാണ് ഇവർ ഈ തീരത്തിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാരിസ്ഥിതിക പ്രശ്നത്തിനപ്പുറം ഇതിൻ്റെ കൊള്ളയുടെ പിന്നാമ്പുറകഥകളെക്കുറിച്ച് എന്തെങ്കിലും അങ്ങേക്ക് അറിയാമോ? ഇത് കൊള്ളയെന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാമല്ലോ. ഇത് പിന്നെ ദുരന്ത നിവാരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതെ, ആരാണ് ഇതിന് പിന്നിൽ? ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത്, ഇതിൻ്റെ പിന്നിൽ ഇപ്പം എല്ലാം മറനീക്കി പുറത്തു വന്നല്ലോ. എക്സാലോജിക്കിനെ പോലുള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, PWCയെ പോലുള്ള ആളുകൾ കണ്ടേക്കാം, KPMGയെ പോലുള്ള ആളുകൾ കണ്ടേക്കാം. ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകിടക്കാരാണ്. ഇപ്പോൾ എക്സാലോജിക്കിന് ശശിധരൻ കർത്ത പണം കൊടുക്കണമെങ്കിൽ എക്സാലോജിക്കിന് മാത്രമല്ലല്ലോ കൊടുത്തിട്ടുള്ളത്. എങ്ങനെ ഇത് ശശിധരൻ കർത്തയുടെ കമ്പനിയിലേക്ക് ചെല്ലുന്നു മണൽ? ഈ പിന്നെ 135 കോടി രൂപ ശശിധരൻ കർത്തയുടെ ഇൻഫ്ലേറ്റഡ് എക്സ്പെൻസ്, അധികരിച്ച ചെലവ് ശശിധരൻ കർത്തയുടെ കണക്കിൽ നിന്ന് കണ്ടുപിടിച്ചെടുത്തുണ്ട്. അതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച എങ്ങനെയാണ് ഈ തോട്ടപ്പള്ളിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന മണൽ കൃത്യമായി ശശിധരൻ കർത്തയുടെ കമ്പനിയിലേക്ക് ജനങ്ങൾക്കൊരു കൗതുകം ഉണ്ടതിൽ എങ്ങനെ എത്തപ്പെടുന്നു? അതേക്കുറിച്ച് എങ്ങനെ എത്തപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നെ IREL നിന്നും KMML നിന്നും അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്ന കമ്പനിയാണ് അത് CMR. KMMLന്റെ പ്രിൻസിപ്പൽ ബയർ ആരാണ്? CMR. അപ്പോൾ KMML എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മറവിൽ വൻ കൊള്ള CMR നടത്തും. അപ്പോൾ KMMLും IRELും ഒക്കെ പണ്ട് തൊട്ടേ ഈ കാര്യങ്ങളിലൊക്കെ പിന്നെ സംശയത്തിന്റെ മണൽ വാരിയെടുക്കുന്ന ഒരു കോൺട്രാക്ടറുടെ ജോലി മാത്രമാണ് KMMLും റെയർ എർത്ത് ലിമിറ്റഡും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ്. അവർ ഈ ധാതു മണൽ വാരിയെടുത്ത് നേരെ കർത്തയുടെ CMRലിന് കൊടുക്കുന്നു. അപ്പോൾ പിന്നീട് ഈ മണൽ എങ്ങോട്ട് പോകുന്നു?
അതിപ്പോൾ അവർക്ക് ഈ CMRL ഒത്തിരി കമ്പനികളുണ്ടല്ലോ. അതെ, CMRL ഒത്തിരി രാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ ഈ വസ്തുക്കളൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ KMMൽ തന്നെ 15ഓളം കമ്പനികൾക്ക് ഈ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം CMRLും ഇതിൻ്റെ ഒരു മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ പിന്നെ ആസ്തി അതല്ലെന്നുണ്ടെങ്കിൽ വാർഷിക കണക്ക് എന്നൊക്കെ പറയുന്നത് വൻ കോടികളുടേതാണ്. കോടിക്കണക്കിന് തുകയുടെ കണക്കാണ്, ആനുവൽ റിപ്പോർട്ടാണ് വന്നത്. ഈ തോട്ടപ്പള്ളി മണൽ ഖനനം വലിയ വിവാദമായി മാറിയപ്പോൾ ഈ അടുത്ത സമയത്ത് മണൽ ഖനനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. ഇനി മെയ് മാസത്തിൽ പുനരാരംഭിക്കും. നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ എല്ലാം സുഖകരമായി അവസ്ഥയിൽ പുനരാരംഭിക്കും. ഈ ഖനനം ഏറ്റവും ശക്തമായി നടന്ന സമയത്ത് ഒരു ദിവസം എത്ര രൂപയുടെ മൂല്യമുള്ള ഈ ധാതുമണൽ അവിടെ നിന്ന് കടത്തി? അവിടുന്ന് പിന്നെ ഖനനം അതിതീവ്ര ഖനനം നടന്ന സമയത്തൊരു 300 ലോഡ്. എത്ര മൂല്യം വരും? 300 ലോഡ്. ഒരു ലോഡിന് 1 ടണ്ണിന് അവരവിടുന്ന് കൊടുക്കുന്നത് 464 രൂപ 55 പൈസയ്ക്കാണ്. ഒരു ടൺ മണ്ണ് അല്ല സോറി 1 ക്യൂബിക് മീറ്റർ മണ്ണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത് 464.55 രൂപ വിലയ്ക്കാണ്. അതേൽ 300 ലോഡ് മണ്ണ് വരെയൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അതെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് അതിൻ്റെ മൂല്യം എത്ര വരും? മൂല്യവർദ്ധിത വില എത്ര വരും അതിന് ഒരു ലോഡിലൊക്കെ? അത്തരം എന്തെങ്കിലും കണക്കുകൾ നിങ്ങൾ സമരസമിതിയുടെ കയ്യിലുണ്ടോ? സമരസമിതിയുടെ കയ്യിലുണ്ടല്ലോ. അല്ല, കുഴപ്പമില്ല. എങ്കിലും ഒരു ഊഹമുണ്ടോ മനസ്സിൽ? ഒരു നിശ്ചയമുണ്ടോ? ഞാൻ കേട്ടിട്ടുള്ള ഒരു ദിവസം ഏകദേശം 7 കോടി മുതൽ 10 കോടി രൂപയുടെ വരെ മണൽക്കടത്ത് അവിടെ നടന്നിരുന്നു. താങ്കളുടെ കണക്ക് ഏറെക്കുറെ ശരിയാണ്. അപ്പോൾ ഒരു മാസം ഏകദേശം 10 കോടി, ഒരു ദിവസം കണക്കൂട്ടിയ 300 കോടി രൂപയുടെ മണൽ. തീർച്ചയായും ഒരു വർഷത്തിൽ 3600 കോടിയോളം രൂപയുടെ മണൽ കൊള്ള. അതെ, ചുരുക്കത്തിൽ 10 വർഷത്തെ ഒരു കാലാവധി എടുത്താൽ 35,000 കോടി രൂപയുടെ മണൽ കൊള്ള. 35,000 കോടിയൊന്നും അല്ല, അതിൽ കൂടുതലും ഇവിടുന്ന് ഈ വിഭവങ്ങൾ ഇവിടുന്ന് കടത്തിയിട്ടുണ്ട്. 35,000 ഒന്നുമല്ല, അതിൽ കൂടുതൽ മൂല്യമുള്ള വസ്തുക്കൾ ഇവിടുന്ന് കടത്തിയിട്ടുണ്ട് ഈ തീരത്ത് നിന്ന്. ഈ തീരം ഇന്നത്തെ സ്ഥിതിക്ക് നമുക്കറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തെക്കോട്ട് കര വെക്കുന്നതേ ഇല്ല, വടക്കോട്ടും കര വെക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു എക്സ്ട്രാക്ഷൻ ഇവരവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 35,000-40,000 കോടിയുടെ എന്നാണ് 10 വർഷത്തെ കണക്കുകൾ വെച്ച് ചിലർ വിശദീകരിച്ചതൊക്കെ പറയുന്നത്. ഇത്ര വലിയ മൂല്യമുള്ള മണൽ സമ്പത്ത്, നമ്മുടെ ധാതുമണൽ സമ്പത്ത് ചിലരുടെ കൈകളിലേക്ക് എത്തപ്പെടുകയാണ്. അത് ചില രാഷ്ട്രീയ കക്ഷികളുടെ പോക്കറ്റിലേക്ക് പോകുന്നു, നേതാക്കളുടെ വീട്ടിലേക്ക് പോകുന്നു, വലിയ കൊള്ള നടക്കുന്നു. നമ്മുടെ ഖജനാവിലേക്കൊന്നും എത്തുന്നില്ല. ഇതാണ് ഇതിൻ്റെ സാമ്പത്തിക വശം. ഇത് ഖജനാവിലേക്ക് എത്തിയാലും എത്തിയില്ലെങ്കിലും ഇത് അവിടുത്തെ പരിസ്ഥിതിക്ക്, അവിടുത്തെ ജനജീവിതത്തിന് എന്ത് ദുരന്തം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശമാണ്. കുട്ടനാടിൻ്റെ നദീമുഖമാണ്, എസ്റ്റുറിയൽ മൗത്താണ് തോട്ടപ്പള്ളി. അപ്പോൾ പറയും തോട്ടപ്പള്ളിയിലൂടെ വെള്ളം ഒഴുകേണ്ടതെന്ന് ചോദിക്കും. പക്ഷെ ആലപ്പുഴ ജില്ലയ്ക്ക് 22ഓളം പൊഴികളുണ്ട്. ഈ 22 പൊഴികൾ പ്രവർത്തിക്കുകയും ഒരു പക്ക ഡ്രെയിനേജ് സിസ്റ്റം ആലപ്പുഴ ജില്ലയിൽ നിലനിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ തോട്ടപ്പള്ളിയിലൂടെ മാത്രം വെള്ളം ഒഴുക്കേണ്ടുന്ന യാതൊരു കാര്യമില്ല. അപ്പം തോട്ടപ്പള്ളിയെ കാണുന്നത് എന്താണ്? കരിമണൽ ഖനനത്തിന് ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ സമരസമിതിയിലേക്ക് താങ്കൾ വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ ഇപ്പോൾ ഒരു 2001 മുതൽ തന്നെ ഞാൻ ഈ വിഷയവുമായി ബന്ധമുള്ള ഒരാളാണ്. അതിൻ്റെ പാരിസ്ഥിതിക വിഷയങ്ങളാണോ സാമ്പത്തിക വിഷയങ്ങളാണോ? അതിൻ്റെ പാരിസ്ഥിതിക വിഷയങ്ങളാണ് എന്നെ അട്രാക്ട് ചെയ്തത് ഈ സമരരംഗത്തേക്ക് ഇറങ്ങാൻ. 2001 ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി എവിടെയെങ്കിലും വെച്ച് ജീവിതത്തിൽ അങ്ങ് ഇടപെട്ടിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ലോകത്ത് 10-22ഓളം രാജ്യങ്ങളിൽ നടക്കുന്ന ഖനനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എനിക്ക് അയച്ചു തരികയും അത് വെച്ചുകൊണ്ട് ഞാൻ ആലപ്പുഴയുടെ തീരത്ത് 2001 ആദ്യം ഖനനത്തിന് വേണ്ടി ശശിധരൻ കർത്തായും VV മിനറൽസും വരുമ്പോൾ
ഞാൻ ആ വിഷയങ്ങൾ വെച്ചുകൊണ്ട് തീരത്തുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ചതിനെ തുടർന്നിട്ടാണ് ഞാൻ ആ സമരത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. ഈ മണൽ കൊള്ളയ്ക്ക് അവിടെയുള്ള തൊഴിലാളി യൂണിയനുകൾ, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ, സ്ഥലത്തെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒക്കെ ഒത്താശ പാടുന്നു. അവർക്കൊക്കെ വീതം അവരുടെ പോക്കറ്റിൽ ചെല്ലുന്നു. എല്ലാവരും വിലക്കെടുത്തുകൊണ്ടാണ് ഈ തോട്ടപ്പള്ളി ഹാർബറിലും വലിയഴീക്കൽ ഹാർബറിലും ഖനനം നടത്തിയത് അവിടുത്തെ തൊഴിലാളി യൂണിയനുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ടാണ്. തൊഴിലാളി യൂണിയനുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് മത്സ്യബന്ധനത്തിന് സഹായകരമായൊരു നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ ഹാർബർ വികസനത്തിൻ്റെ പേരിൽ അവിടെ ഖനനം നടത്തിയത്. ഈ ചില സമരസമിതി നേതാക്കൾ കർത്ത കമ്പനിയിൽ നിന്ന് പണം വാങ്ങി എന്നൊക്കെ ആരോപണം അടുത്ത കാലത്ത് ഉയർന്നല്ലോ. അതിൻ്റെ അകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? നേരത്തെയുള്ള ആളുകൾ ഇപ്പോൾ ഈ സമരം തന്നെ, ഞങ്ങൾ ഈ കരിമണൽ ഖനനവിരുദ്ധ ഏകോപന സമിതി ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു സമരം അവിടെ നടന്നിരുന്നു. ആ സമരത്തിൽ ചില ആരോപണങ്ങൾ ഉയർന്നു വരികയും ചില ടെലിഫോൺ സംഭാഷണങ്ങളൊക്കെ വെളിയിൽ വരികയും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വരികയും അവസാനം ആ സമരം പൊളിഞ്ഞു പോവുകയാണ് ചെയ്തത്. അവർ അവസാനിപ്പിച്ചെടുത്തു നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഈ സമരസമിതി പറയുന്നത്, താങ്കൾ പറയുന്നത് ഒരു തരത്തിലുമുള്ള മണൽ ഖനനം വേണ്ട എന്നാണോ? കേരള തീരം ഖനനത്തിന് അനുകൂലമല്ല. ഇപ്പം നമ്മുടെ വിഴിഞ്ഞത്ത് ഖനനം നടത്തി, വിഴിഞ്ഞത്ത് ഖനനം നടത്തി മണ്ണെടുത്തു. പറ്റിയെന്താ? മുതലപ്പൊഴി തകർന്നു പോയില്ലേ? ശംഖുമുഖം ബീച്ച് തകർന്നു പോയില്ലേ? വിമാനത്താവള റോഡ് തകർന്നു പോയില്ലേ? അപ്പം ഈ കേരളത്തിൻ്റെ തീരം എന്ന് പറയുന്നത് വളരെ ദുർബലമായ തീരമാണ്. ഈ ദുർബലമായ തീരത്ത് എവിടെയും ഖനനത്തിന് പറ്റിയ സ്ഥലമേ അല്ല. ഈ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ആലപ്പുഴയുടെ തീരത്ത് എവിടെയും കരിങ്കല്ലില്ല, എവിടെയും ലാറ്ററൈറ്റ് ഇല്ല, ചെങ്കല്ലില്ല, ചുണ്ണാമ്പ് കല്ലില്ല, അല്ലെങ്കിൽ മറ്റ് വെള്ളാരം കല്ലുകളോ ഒന്നുമില്ല. അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ വെറും മണൽ മാത്രമാണ്, സാന്ദ്രതയേറിയ മണലാണ്. അതിൻ്റെ നിശ്ചിത ഗ്രാവിറ്റി, നിശ്ചിത സാന്ദ്രത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതവിടെ കിടക്കുന്നത്. ഇത് പറയുമ്പോൾ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പ്രദേശങ്ങളിൽ കടലിനോട് തീരെ ചേരാത്ത, തീരങ്ങളിൽ നിന്ന് അകന്ന പ്രദേശങ്ങളിൽ മണൽ ഖനനം നടത്തി ധാതുമണലെടുത്ത് നമ്മുടെ സാമ്പത്തിക രംഗത്തെ പരിപോഷിപ്പിക്കുന്ന അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മീറ്റർ മുതൽ 500 മീറ്റർ വരെയുള്ള വീതിയേ ഉള്ളൂ അവിടെ. കടൽ തീരവുമായിട്ട് വളരെ ഈ കായംകുളം കായലിനും ടി എസ് കനാലിനും അറബിക്കടലിനും ഇടയിൽ 50 മീറ്റർ മുതൽ 500 മീറ്റർ വരെയുള്ള വീതിയേ ഉള്ളൂ. അല്ല, താങ്കളെപ്പോലെയുള്ളവർ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ധാതു സമ്പത്ത് നമുക്കുണ്ടെന്നാണല്ലോ. അങ്ങനെയെങ്കിൽ ആ ധാതു സമ്പത്തിൻ്റെ കുറേ ഭാഗമെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഈ കടക്കണിയിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടാം. അങ്ങനെ ഒരു വേർതിരിവ്, അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വിഭവങ്ങളില്ലാഞ്ഞിട്ടല്ല, കേരളം രക്ഷപ്പെടാത്ത വിഭവങ്ങളില്ലാഞ്ഞിട്ടല്ലല്ലോ. നമുക്ക് ആ പ്രദേശത്തെ ആളുകളെ റീഹാബിറ്റേറ്റ് ചെയ്തുകൊണ്ട് അത്തരം ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ എവിടെയാണ് ഇത്തരത്തിലൊരു റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾക്കറിയാം, ആലപ്പാട്ട് ഖനനം നടന്നു. ഈ ആലപ്പുഴയ്ക്ക് തൊട്ട് തെക്ക് വശത്തുള്ള കൊല്ലം ജില്ലയുടെ ഭാഗമാണ് ആലപ്പാട്. 85 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ പ്രദേശം. ഇപ്പോൾ അത് 8 ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിരിക്കുന്നു. 1956 ശേഷം അവിടെ വന്നിരിക്കുന്ന തീരശോഷണം അങ്ങേയറ്റമാണ്. ഇതേ തീരശോഷണമാണ് ആലപ്പുഴ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ലെന്നേ ഞാൻ നേരത്തെ പറഞ്ഞു, കുട്ടനാട് സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശം ഈ വരമ്പില്ലാതായി കഴിഞ്ഞാൽ അവിടേക്ക് കടൽ കയറല്ലേ ചെയ്യുക. കടലെന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന ഒരു സാധനമാണോ? കടലിന് വിധേയമാവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കരയില്ലാതാവുക, പ്രദേശം ഇല്ലാതാവുക എന്നാണ് അർത്ഥം. ഈ മണൽ പൂർണ്ണമായും ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ഈ മണൽ പൂർണ്ണമായിട്ടും അവിടുന്ന് ലോറിയെ കയറ്റി തൂക്കാതെ അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അളന്നു കൊണ്ടുപോകണം, തൂക്കിക്കൊണ്ടുപോകണമെന്നും വേ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും പറഞ്ഞിരുന്നെടുത്ത് വേ ബ്രിഡ്ജ് പോലും സ്ഥാപിക്കാതെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. അതാണ് അതിനകത്തെ അഴിമതി എന്ന് പറയുന്നത്. യാതൊരു വിധമായ പാരിസ്ഥിതിക നിയമങ്ങളും അവിടെ പാലിച്ചിട്ടില്ല. CRZ നിയമം പാലിച്ചില്ല. കോസ്റ്റൽ സോൺ റെഗുലേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല.
ആണവ നിയമം പാലിച്ചില്ല. ആണവോർജ നിയമമുണ്ട്. ഈ ആണവ വസ്തുക്കൾ അടങ്ങിയ സംഗതികൾ ഖനനം നടത്തണമെന്നുണ്ടെങ്കിൽ ആണവോർജ വകുപ്പിൻ്റെ അനുവാദം വേണം. ആറ്റമിക് മിനറൽസ് ആണിത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ഒരു നിയമം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഖനനാനുമതി നൽകൂ എന്ന ആ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് ഒരു കോൺട്രാക്ടറുടെ ജോലി എടുപ്പിച്ച് ആ ധാതുമണൽ നേരെ CMRൽ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു. അത് CMRൽ മാത്രമല്ലല്ലോ, മറ്റു ചില CMRൽ മാത്രമല്ലല്ലോ, ഇത് ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു പാവന സഖ്യമാണ്. ഇത് ഒന്നോ രണ്ടോ ആളുകളല്ല, ഇതിൻ്റെ പിന്നിൽ വൻപിച്ച ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ CBI എൻക്വയറി നടത്തണമെന്ന് നമ്മളുടെ കരിമണൽ ഖനനം. പക്ഷേ അത് ഒരു രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല. അത് ആവശ്യപ്പെടാത്തതിന് കാരണം എന്താണ്? ഇതിനകത്ത് തന്നെ നമ്മുടെ ഇതെന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? ഇത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടാണ്. ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ 9ാമത്തെ പേജിനകത്ത് ഈ ആളുകളുടെ എല്ലാം പേരുണ്ട്. ആ PV ഞാനല്ലെന്നാണ് പറയുന്നത്. PVയുടെ നേരെ ഉണ്ട് പേര്. PVയുടെ നേരെ പിണറായി വിജയൻ എന്ന് പേരെഴുതി വെച്ചിട്ടുണ്ട്. സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിനകത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 51ാമത്തെ പേജിൽ തെരഞ്ഞെടുപ്പിൽ പോലും ഇതൊന്നും വലിയ വിഷയമാക്കുന്നില്ല ഇതിൻ്റെ 51ാമത്തെ പേജിൽ ഒരു പ്രോമിനൻ്റ് പൊളിറ്റീഷ്യൻ്റെ മകളെന്ന നിലയിൽ വീണ തൈക്കണ്ടിക്ക് കിട്ടിയ പണത്തെക്കുറിച്ചുള്ള കണക്കുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതെന്താ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടാത്തത്? ഇത് കാണിച്ചു കൊടുക്കാമല്ലോ നമുക്ക്. അല്ല, ഇതൊക്കെ ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് SFIO ഇപ്പോൾ കേസന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ വിധിയാണ്, വിധി പകർപ്പാണ്. അതെ, കർണാടക ചീഫ്. ഈ രണ്ട് കാര്യങ്ങളും ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് വീണ തൈക്കണ്ടിയുടെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്, അതായത് പണ കൈകാര്യം ചെയ്ത ഇടപാടുകളിൽ വന്ന വീഴ്ചയെക്കുറിച്ച് മാത്രമാണ്. അതല്ലാതെ കരിമണൽ ഖനനത്തെക്കുറിച്ചോ തോട്ടപ്പള്ളിയിലെ മണൽ കൊള്ളയെക്കുറിച്ചോ ഒരുവിധ അന്വേഷണത്തിലുള്ള സ്കോപ്പ് നമുക്ക് മുന്നിലില്ല. വീണ തൈക്കണ്ടിയുടെ 1.72 കോടി രൂപയുടെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി മാത്രമല്ല, 135 കോടി രൂപയുടെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ്, അതേക്കുറിച്ച് അന്വേഷിക്കുന്നതാണ് SFIO പറയുന്നത്. ഊതിപ്പെരിപ്പിച്ച കണക്ക്. ആ 135 കോടി മാത്രമല്ല, അതൊരു കണക്കിന് വേണ്ടി മാത്രമുള്ള കണക്ക്. താങ്കൾ പറയുന്നത് രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ എത്ര രൂപ ഇതുവഴി തട്ടിയെടുത്തിട്ടുണ്ടാവും? ഈ 135 കോടി രൂപ എന്ന് പറയുന്നത് വെറും കണക്കിന് വേണ്ടിയുള്ള ഒരു കണക്കാണ്. അതിലും എത്രയോ വലുതായിരിക്കും ഇത്. കാരണം ഇതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. 14,600 രൂപ ഒരു ടൺ മണ്ണിന്, ഒരു ടൺ കരിമണലിന്. മനസ്സിലായി. 2019 തുടങ്ങിയ ഖനനം 2024 വരെ എത്തി. 5 വർഷത്തോളം തുടർന്നോ നിർബാധം? തീർച്ചയായിട്ടും. അതിനർത്ഥം ഒരു 10-25,000 കോടി രൂപയുടെ ധാതുമണൽ അവിടെ നിന്ന് കടത്തി എന്ന് തന്നെയാണോ? 25,000 ഒന്നുമല്ല, അതിലും കൂടുതലാണ്. അഴിമതി തന്നെ നടന്നിട്ടുണ്ട് ഒരു 25,000 കോടി രൂപയുടെ. അപ്പോൾ അതിഭയാനകമാണ് അവിടുത്തെ സ്ഥിതി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ്. ഈ കുംഭകോണത്തെക്കുറിച്ച് എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നില്ല? അവർക്കെല്ലാം ഭയമാണോ? എല്ലാവർക്കും ഭയം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ആളുകൾ ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. താങ്കൾക്ക് എന്തെങ്കിലും ഒരു ജീവൽ ഭയം ഈ സമരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എനിക്ക് സാധാരണ നിലയിൽ എനിക്ക് ഭയമുള്ള ഒരാളല്ല. രണ്ടാമത്തെ കാര്യം, എന്നെ ഭീഷണിപ്പെടുത്താനൊക്കെയുള്ള ചില ശ്രമങ്ങൾ നീ എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത്? ആലപ്പുഴ വലിയ മാഫിയ ഗുണ്ട സ്ഥലമാണ്. അവിടെ മയക്കുമരുന്നുകളും എല്ലാം വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ആ കാര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ സമരത്തിൽ ഇപ്പോഴും ഉണ്ടോ ആളുകൾ? എപ്പോഴും ഉണ്ടോ? എപ്പോഴും ആളുകളുണ്ട്. അതിന് അത്ര ജനങ്ങളുടെ ഒരു പിന്തുണ കിട്ടുമോ ഇത്തരം സമരങ്ങൾക്കൊക്കെ? ജനങ്ങളെ ഏതെല്ലാം തരത്തിലാണ് മാറ്റിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നറിയോ? ഞങ്ങളുടെ 83ാമത്തെ ദിവസത്തെ സത്യഗ്രഹി സജീവൻ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടുകിട്ടിയിട്ടില്ല. അദ്ദേഹം അപ്രത്യക്ഷനായി ഒരു ദിവസം. അത് ഇവർ കടത്തിയതാണോ? ഈ സംഘം കടത്തിയതാവാം. കാരണം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പുണ്ടോ സജീവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു അന്വേഷണത്തിലൂടെ തെളിയേണ്ടുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് 8ാമത്തെ ദിവസം പോലീസ് അന്വേഷിക്കാൻ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതൊരു വാണിംഗ് ആയിരുന്നോ ഭദ്രനെ പോലെയുള്ള നേതാക്കൾക്ക്?
നമ്മളെ ഒന്നും വിലക്കെടുക്കാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അല്ല, ഇത് വിലക്കെടുത്തതാണോ അതോ അപകടപ്പെടുത്തിയതാണോ? എന്തോ നമുക്ക് അത് ഒരു അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടുന്ന ഒരു സംഗതി. മറ്റേതെങ്കിലും സമര നേതാക്കൾക്ക് ഇത്തരം അനുഭവങ്ങളുണ്ടായോ? ഇത് ഒന്ന്, ഈ സമരത്തെ ഈ ചെറുപ്പക്കാരെയൊക്കെ വൻതോതിൽ പേര് പിന്തിരിപ്പിച്ചു. വികസനത്തിൻ്റെ പേര് പറഞ്ഞാണോ? വികസനത്തിൻ്റെ ഒന്നും പേരല്ല പറഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകരുത്. അവർക്കൊക്കെ കരിയർ, നിനക്ക് കരിയർ വേണ്ടേ, നിനക്കൊരു ജോലി വേണ്ടേ, നിനക്ക് പിന്നെ പോലീസ് വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു പോലീസ് വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിനക്കൊരു സജീവമായി സമരരംഗത്ത് എത്ര പേര് PSC ജോലി ഇപ്പോൾ എത്ര പേരുണ്ട് സജീവമായി? നമ്മുടെ ഇപ്പോഴത്തെ ഈ 1000 ദിവസത്തെ പരിപാടിയിൽ 600-ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു. 1000 ദിവസം. അവർക്കൊന്നും ഭയമൊന്നുമില്ല? അവർക്കൊന്നും ഭയമൊന്നുമില്ല. എന്തിനാ ഭയക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര വലിയ മാഫിയ സംഘങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവണമല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് നടത്താൻ പറ്റത്തില്ലല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങളെ മുഴുവൻ, കേന്ദ്ര നിയമങ്ങളെപ്പോലും സംസ്ഥാന നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തിയിട്ട് ഇത് ചെയ്യണമെങ്കിൽ മാഫിയ ബന്ധങ്ങൾ ഇവർക്ക് ഉണ്ടാവണമല്ലോ. ഈ സമര പരിപാടികളുമായി മുന്നോട്ട് ഇതേപോലെ തന്നെ പോകും. സമര പരിപാടികളുമായിട്ട് ഈ ഖനനം അവസാനിപ്പിക്കുന്നവരെ മുന്നോട്ട് പോകും. വിട്ടുവീഴ്ചയില്ല. വിട്ടുവീഴ്ചയുടെ കാര്യമില്ലല്ലോ. ഇത് നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഏതെങ്കിലും ഭരണാധികാരികൾ, രാഷ്ട്രീയ നേതാക്കൾ ഒരു ചർച്ചയ്ക്ക്, ഒരു സമവായത്തിന് ശ്രമിച്ചിട്ടുണ്ടോ? ഇന്നുവരെ ഒരു ചർച്ചയ്ക്ക് ഈ ഭരിക്കുന്നവരോ അതുപോലുള്ള ആളുകളോ തയ്യാറായിട്ടില്ല. ജനങ്ങളുടെ പ്രശ്നം പഠിക്കാൻ വല്ല പ്രത്യേക കമ്മിറ്റി അയച്ചിട്ടുണ്ടോ? ഒരു കമ്മിറ്റി അയച്ചിട്ടില്ല. സ്ഥലത്തെ കളക്ടർ ഇടപെട്ടിട്ടുണ്ടോ? കളക്ടർമാർ ഇടപെട്ടിട്ടേ ഇല്ല. അപ്പോൾ അവരെല്ലാം വിലക്കെടുക്കുന്ന വലിയ ഒരു സംഘം, അവിടെ കളക്ടർമാരായിട്ടിരുന്ന ആളുകൾ, ഇവിടെ ചീഫ് സെക്രട്ടറിമാരായിട്ടിരുന്ന ആളുകൾ, എല്ലാവരെയും വളരെ ഇതായിട്ടുള്ള പോലീസ് ഓഫീസർമാരായിട്ടിരുന്നവരെയൊക്കെ പാരിതോഷികം എന്ന നിലയിൽ അവരെ ഉയർന്ന സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ജില്ലാ കളക്ടറായിരുന്ന അലക്സാണ്ടർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ CEO ആണ്. മനസ്സിലായി. കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ CEO ആണ്. ചീഫ് സെക്രട്ടറിമാർ മുഖ്യമന്ത്രിയുടെ മകളെ പണം കൊടുത്താണ് വശത്താക്കിയതെങ്കിൽ IAS ഉദ്യോഗസ്ഥരെയും മറ്റ് ഭരണരംഗത്തുള്ളവരെയും ഒക്കെ സ്വാധീനങ്ങൾ. മുഖ്യമന്ത്രിയുടെ മകളെയാണോ അതോ മുഖ്യമന്ത്രിയുടെ മകളാണോ, മുഖ്യമന്ത്രിയാണോ അല്ലേ, മുഖ്യമന്ത്രിയാണോ എന്നുള്ളത് വേറെ വിഷയം. കാരണം ഇതിൻ്റെ പിന്നിൽ ഈ PWC എന്ന് പറയുന്ന കമ്പനി അറിയാമല്ലോ, ജെയ്ക്ക് ബാലകുമാർ. അതെ. ഇപ്പോൾ ജെയ്ക്ക് ബാലകുമാറിൻ്റെ കമ്പനി, ഞാൻ ഒരിക്കലിങ്ങനെ ഈ ഇത് നോക്കിയാണ് കമ്പ്യൂട്ടർ ഇങ്ങനെ പരിശോധിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ PWC എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടെ 21 ഡൊമൈനുകളിൽ ഈ മിനറൽസ് ആൻഡ് മൈനിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുന്നത്. അപ്പോൾ എല്ലാം ഈ നെറ്റ്വർക്കിലുണ്ട്. അതുപോലെ തന്നെ KPMG ഇത് മൈനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ കുട്ടനാട്ടിലെ നമ്മുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ചുമതല റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി ആർക്ക് കൊടുത്തു? KPMGക്ക് കൊടുത്തായിരുന്നു. ഇപ്പം ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടം, നമ്മുടെ സ്വപ്ന സുരേഷ് പറയുന്ന പോലെ. അതിനപ്പുറമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് നിങ്ങളുടെ ഒരു പൊതു നമ്മളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ കേരളയിലുകാർ പറയുന്ന അതേ മുദ്രാവാക്യം നമുക്കുള്ളത്. കേരളയിൽ അനുകൂലികൾക്ക് വോട്ടില്ല എന്ന് പറയുന്ന പോലെ കരിമണൽ അനുകൂലികൾക്ക് വോട്ടില്ല. ആലപ്പുഴയിൽ കരിമണൽ ഖനനം ആലപ്പുഴയെ ഇല്ലാതാക്കും. കാരണം ആലപ്പുഴ ജലാശയങ്ങൾ നിറഞ്ഞ പ്രദേശമാണ്. ആലപ്പുഴയുടെ ഏറിയ ഭാഗം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിന് താഴെ കിടക്കുന്ന പ്രദേശമാണ്. ഈ തീരം ഖനനം നടത്തിയാൽ ഈ തീരം ഉടനീളം നഷ്ടപ്പെട്ടു പോകും. മത്സ്യത്തൊഴിലാളികൾ എവിടെ പോയി ജീവിക്കും? ഇപ്പം തന്നെ 484 വീടുകൾ അവിടെ കടലെടുത്ത് പോയി. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത്, കുട്ടനാടെന്ന് പറയുന്ന വലിയൊരു ജൈവ വൈവിധ്യം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, 3ഓളം പക്ഷി സങ്കേതങ്ങളുള്ള ഒരു പ്രദേശം, മത്സ്യസമ്പത്ത്, ഈ ആറ്റുകൊഞ്ച്, ആറ്റുവാള തുടങ്ങി നമ്മുടെ കരിമീൻ, അതുപോലെ തന്നെ നമ്മളുടെ വരാല്, അതുപോലെ വരാല്, അതെ,
ഇതുപോലൊക്കെയുള്ള മത്സ്യങ്ങളൊക്കെ ഉള്ള ആലപ്പുഴ കടലിൽ നമുക്ക് മറ്റേ കടൽ കണമ്പുണ്ടല്ലോ നല്ല കടലിലെ കരിഞ്ചാന്ന് പറയാം. കരിഞ്ചാത്തൻ്റെ നമ്മുടെ ചർച്ച ഒന്ന് ക്രോഡീകരിക്കുമ്പോൾ പ്രേക്ഷകരോട് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇത് പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ നിലനിൽപ്പിന് ഈ കരിമണൽ ഖനനം അങ്ങേയറ്റം അപകടകരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റുകളിലൊന്ന് കുട്ടനാടാണ്. അതുപോലെ തന്നെ ഇന്നിനിപ്പോൾ ആഗോള താപനവും അതേപോലെ തന്നെ നമ്മുടെ ഈ വേലിയേറ്റ വെള്ളപ്പൊക്കങ്ങളുടെ സമയമാണ്. നമ്മുടെ നദീമുഖങ്ങളും കായൽ മുഖങ്ങളും ഒക്കെ ഉപ്പുവെള്ളം കയറി കടലിരച്ചെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. അറബിക്കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ പോവുകയാണ്. അപ്പം നമ്മുടെ തീരങ്ങൾ അങ്ങോളം ഇങ്ങോളം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ തീരം മണൽ മാത്രമാണ് അവിടെ സംരക്ഷിത കവചമായിട്ടുള്ളത്. ഈ മണൽ വാരിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രദേശം കടലാക്രമണത്തിന് നേരിട്ട് വിധേയമാകും. അപ്പം തീരം സംരക്ഷിക്കപ്പെടണം, ജനങ്ങൾ സംരക്ഷിക്കപ്പെടണം, അവരുടെ ആവാസഭൂമി സംരക്ഷിക്കപ്പെടണം, അവരുടെ ജീവസന്ധാരണ മാർഗങ്ങൾ, അവർക്കിടെ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ നിലനിർത്തപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തവും ശക്തവുമാണ് സമരസമിതിയുടെ നിലപാട്. കരിമണൽ അനുകൂലികൾക്ക് വോട്ടില്ല. ആലപ്പുഴയെ ഇത്രയേറെ ജീവച്ഛവമാക്കിയ ഈ മണൽക്കൊള്ള കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടുതൽ സംവാദങ്ങൾക്കും വിധേയമാക്കണം എന്നതാണ് സമരസമിതിയുടെ മാത്രമല്ല കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ സ്നേഹിക്കുന്ന, കേരളത്തിൻ്റെ ജലാശയങ്ങളെ സ്നേഹിക്കുന്ന, കേരളത്തിൻ്റെ മനോഹാരിതയെ സ്നേഹിക്കുന്ന ഓരോ ജനതയുടെയും പ്രാർത്ഥന. നന്ദി, നമസ്കാരം. നന്ദി.